ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിന്നൂസ് ആൻഡ് ബ്രോസ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണം വെക്കേഷന് ചെറിയൊരു ടൂറ് പോവാണ്. താത്താടത്തേക്കാണ് പോണത്, ഡൽഹിയിൽ. അപ്പോൾ അവർക്ക് ഫ്ലൈറ്റിലാണ് പോണത്, എയർ ഇന്ത്യ ആണ്. അപ്പോൾ അവിടേക്ക് എന്നെ കയറുകയാണ്. അപ്പോൾ ഈ വീഡിയോ എങ്ങനെ വെച്ചാൽ കുറേ ദിവസമാണ്. അപ്പോൾ അത് പാർട്ടായിട്ടാണ് നമ്മൾ ഇറക്കണത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ താത്താടത്തേക്ക് 8:30 എത്തി. നോയിഡയിലായിരുന്നു താത്താൻ്റെ റൂം. അവർക്ക് എത്തിയിട്ട് പിന്നെ അന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് മാർക്കറ്റിൽ പോയി. എന്നിട്ട് പിന്നെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേസത്തെ വിശേഷങ്ങളാണ് ഇനി കാണുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം ഞങ്ങൾ പോയത് ആഗ്ര ഫോർട്ട്, താജ്മഹൽ എടുക്കാണ്. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്തായതുകൊണ്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അപ്പോൾ ആഗ്ര ഫോർട്ട് ഇതാണ്. മുഗൾ സാമ്രാജ്യത്തിൽ ഇത് ഭയങ്കര ശക്തിയാണ്. അപ്പോൾ ഇത് ചുവപ്പ് കോട്ട എന്നും അറിയുന്നുണ്ട് കേട്ടോ. കാരണം ഇതുണ്ടാക്കിയിരിക്കുന്നത് ചുവന്ന മണൽ കല്ലുകൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആദ്യം 11-ാം നൂറ്റാണ്ടിൽ ലോധി വംശക്കാർ നിർമ്മിച്ചിരുന്ന ഒരു ചെറിയ കോട്ടയായിരുന്നത്. പിന്നീട് ഈ 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ മുഗൾ അക്ബർ എന്ന ശക്തമായ ഒരാൾ കോട്ടയായിട്ട് പിന്നെയും അത് നിർമ്മിച്ചു. അപ്പോൾ സമയത്ത് ആ കോട്ടയ്ക്ക് വലിയ ചുറ്റും വലിയ മതിലുകളും കുഴികളൊക്കെ ഉണ്ടായിരുന്നു. ആഗ്ര കോട്ടകളിൽ നല്ല രസങ്ങളുള്ള കൊട്ടാരങ്ങളും പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലാണ് ജഹാംഗീരി മഹൽ, ദിവാൻ ഇ കാസ്, മുസമ്മൻ ബുർജ് എന്നിവയൊക്കെ. ഇവിടെ ചക്രവർത്തി ഷാജഹാനാണ് അവസാന കാലത്ത് തടവിൽ ആയിരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ആഗ്ര കോട്ടയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്മാരകങ്ങളിൽ പെട്ടതാണ്. പിന്നെ യമുന നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1565 ആണ് ചക്രവർത്തി അക്ബർ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നീട് ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയ ചക്രവർത്തിമാരും നിരവധി മാറ്റങ്ങളും പിന്നെ കൊട്ടാരങ്ങളൊക്കെ വെച്ചിട്ട് മാറ്റി എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്ത കേട്ടോ. പിന്നെ ഇത് താജ്മഹലാണ്. താജ്മഹലിൻ്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിൽ പെട്ടതാണ് കേട്ടോ. 7 മഹാലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ്. താജ്മഹലും ആഗ്ര ഫോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ 2 സ്ഥലം ആക്കിയത്. താജ്മഹൽ യമുന നദിയുടെ തീരത്ത് തന്നെയാണ്. ഇത് ലോക പ്രശസ്തമായ ഒരു സ്മാരകമാണ്. ഇത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാന് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, തൻ്റെ ഭാര്യ മുംതാസ് മഹൽ, അതിൻ്റെ സ്മരണക്കായിട്ട് പണി കഴിപ്പിച്ച ഒരു ശവകുടീരമാണ്. 1631 മുംതാസ് മഹൽ പ്രസവ സമയത്ത് പിന്നെ മരിച്ചതിന് ശേഷം ഷാജഹാന് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഈ സ്മാരകം പണിയാൻ തീരുമാനിച്ചത്. 22 വർഷം കൊണ്ടാണ് താജ്മഹൽ പൂർത്തിയായത്. 1632 തുടങ്ങിയിട്ട് 1653 പണി കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്നും മികച്ച കലാകാരന്മാരും ശില്പികളൊക്കെ ചേർന്നിട്ട് ഏകദേശം 20,000 തൊഴിലാളികൾ പങ്കെടുത്തിട്ടാണ് ഈ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ നല്ലൊരു പ്രത്യേകത വെളുത്ത മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഫുള്ള്. പിന്നെ കൊത്തുപണികളും ഖുർആൻ ആയത്തുകളൊക്കെ ഇതിൽ അലങ്കാരം ചെയ്തിട്ടുണ്ട്. പിന്നെ 1953 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ നമ്മുടെ താജ്മഹൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ദിവസത്തെ ഒരു ചെറിയൊരു ട്രിപ്പ്. അപ്പോൾ ഇനി എന്തായാലും
പാർട്ട് 2 അതായത് ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.